എൻ്റെ മുമ്പിൽ രണ്ട് ട്രൂ നേറ്റീവ് 4K റെസൊല്യൂഷൻ പ്രൊജക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സോണിയുടെ SW5000ES, മറ്റൊന്ന് JVCയുടെ NZ500. ഈ മോഡൽ ഇറങ്ങിയിട്ട് കുറച്ച് അധികം കാലങ്ങളായി. JVCയുടെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് രണ്ടും ലേസർ സോഴ്സ് മോഡൽസ് ആണ്. ഇതൊന്ന് XSRD ടെക്നോളജിയിലാണ് വരുന്നതെങ്കിൽ JVC വരുന്നത് DALA ടെക്നോളജിയിലാണ്. രണ്ടും എൽകോസ് ബേസ്ഡ് സിസ്റ്റം തന്നെയാണ്. ഒരു ഹോം സിനിമ പ്രൊജക്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നേറ്റീവ് കോൺട്രാസ്റ്റ് റേഷ്യോ, ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ അല്ല, കളർ റേഞ്ച്, അതുപോലെ തന്നെ ആൻസിലറീസ്. അപ്പോൾ JVCയുടെ നേറ്റീവ് കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 40,000:1 ആണ്. സോണിയുടെ വരുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, അവർ റിവീൽ ചെയ്തിട്ടില്ല, അറൌണ്ട് 20,000:1 ആണ്. JVCയുടെ കളർ റേഞ്ച് വരുന്നത് DCI P3 100% വരുന്നുണ്ട് വിത്ത് സിനിമ ഫിൽറ്റർ. സോണി ആണെങ്കിൽ 95% ആണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് JVCയുടെ ബ്ലാക്ക് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നു എന്ന പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ തന്നെയാണ്. കാരണം ഒരു നൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് JVCയിലൂടെ സാധിക്കും. സോണിക്ക് അത്രയും ഒരു നേറ്റീവ് കോൺട്രാസ്റ്റ് റേഷ്യോ വരില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഡീപ്പർ ബ്ലാക്ക് ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ XSRD ടെക്നോളജി ആയതുകൊണ്ട് ഷാർപ്നെസ്സിൽ സോണി കുറച്ച് ഒരു പടി മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. JVC പ്രൈസ് ചെയ്തിരിക്കുന്നത് അറൌണ്ട് 6.5 lakhs-ലാണ് MRP. സോണി പ്രൈസ് ചെയ്തിരിക്കുന്നത് 5.5 lakhs-ലാണ്. അപ്പോൾ ഹോം സിനിമ പ്രൊജക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ബ്ലോഗ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.